ധന്യ, അമൃത സുരേഷ്. അമൃതയെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ആളുകളെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് വിവാദങ്ങളിലൂടെ കടന്നു വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സഹിച്ച് നിന്ന ഒരാളാണ്. അപ്പോൾ അമൃത ഇപ്പോൾ പുതിയൊരു മാധ്യമത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഒക്കെ അല്ലെങ്കിൽ അവർ നടത്തിയൊരു പ്രതികരണത്തിൽ അവർ പറയുന്നുണ്ട്, ചൂടുവെള്ളത്തിൽ 2 തവണ വീണ പൂച്ചയാണ്, അങ്ങനെ പറ്റി എന്ന് തുടങ്ങുന്ന ചില കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവരുടെ രണ്ടാമത്തെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് ഗോപി സുന്ദറുമായിട്ടുള്ള ദാമ്പത്യത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. അതിൽ അവരിപ്പോൾ ആ ദാമ്പത്യം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ആ ബന്ധം അവർ അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഈ അമൃത സുരേഷും ഗോപി സുന്ദറുമായിട്ടുള്ള പ്രശ്നം? ആ പ്രശ്നത്തെക്കുറിച്ച് അമൃത സുരേഷ് പറയുന്നത്, പീസ്ഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഗോപി സുന്ദർ എന്നുള്ളതാണ്. പക്ഷേ രണ്ടുപേരുടെ നയങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമായിരുന്നു. ഒരിക്കലും ചേർന്ന് പോകുന്ന രീതിയിലായിരുന്നില്ല. പക്ഷെ പിരിഞ്ഞു പോയെങ്കിൽ പോലും അമൃത സുരേഷിൻ്റെ ആദ്യ വിവാഹം പോലെ അല്ല. അമൃതയ്ക്കെതിരെ ഒരു വാക്ക് പോലും അനാവശ്യമായി പറയാനോ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനോ അത്തരത്തിൽ അമൃതയെ വ്യക്തിഹത്യ ചെയ്യാനോ എന്നും ഗോപി സുന്ദർ വന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അടുത്ത ആളിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അടുത്ത ആളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം ആഘോഷിക്കുകയാണ്. അമൃത സുരേഷ് അവരുടേതായ തിരക്കുകളിൽ അവരുടേതായ ജീവിതത്തിൽ അവരും ഒരു ഭാഗത്ത് തിരക്കിലാണ്. എനിക്ക് ഇന്നലെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ സത്യത്തിൽ 18 വയസ്സിലാണെന്ന് തോന്നുന്നു അവർ വിവാഹിതയായത്, ആദ്യത്തെ വിവാഹം. ആ സമയം 3 വർഷത്തിന് ശേഷം അവർ വിവാഹമോചനവും നേടിയെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ആ വിവാഹമോചനം നേടിയതിന് ശേഷം 14 വർഷം അവർ അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, വിവാഹമോചനം നേടി എന്നതിലപ്പുറം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അമൃത സുരേഷ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവസാനം നിവർത്തികെട്ട് അവരുടെ മകൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയുമായി വന്നു. ആ പെൺകുട്ടിക്കെതിരെ പിന്നീട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. പിന്നീടാണ് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന്, തൻ്റെ ജീവിതത്തിൽ ആദ്യ ഭർത്താവ് ഉണ്ടാക്കിയ മനോവ്യതകൾ എന്തൊക്കെയാണ് എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് അമൃത സുരേഷ് രംഗത്തെത്തുന്നത്. ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടി വിവാഹിതയായ പോകുമ്പോൾ എന്താണ് അവളുടെ മനസ്സിൽ? വിവാഹം എന്ന് പറയുമ്പോൾ കുറേ കളർഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഇടയിൽ ഉപദ്രവങ്ങളോ വേദനകളോ അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളോ ഇതൊന്നും നമ്മുടെ മൈൻഡിൽ വരില്ല. നമ്മൾ വേറെ ലോകത്തായിരിക്കും. ആ സമയത്ത് ആഹാരം പോലും ഇല്ലാതെ ശാരീരികമായി അനുഭവിച്ച വേദനകൾ, കുഞ്ഞിനെയും വെച്ച് മാനസികമായി അനുഭവിച്ച വേദനകൾ ഒക്കെ ഒരു പെൺകുട്ടി തുറന്ന് പറയുകയാണ്. ആ പറയുന്നത് വരെ സമൂഹം, മാധ്യമങ്ങൾ ഒക്കെ അമൃത സുരേഷ് എന്ന് പറയുന്ന ആ ഗായികയെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. പിന്നീട് അവർ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഒരുപക്ഷെ സമൂഹം ഇത്രത്തോളം ആ പെൺകുട്ടി അനുഭവിച്ചിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയും നാളത് പറയാൻ വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ താമസം എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ലീഗലി ഡിവോഴ്സിനായിട്ട് പോകുമ്പോൾ അതിൽ അവർ പറഞ്ഞിരുന്നു 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിഹത്യ നടത്തില്ല. കാരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മകൾ സ്കൂളിൽ പോകുമ്പോൾ നാളെ അവൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അതുകൊണ്ട് തന്നെയാണ് വ്യക്തിഹത്യ നടത്തില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് വ്യക്തിഹത്യകളുടെ കാലമായിരുന്നു. അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ. ഞാൻ ഈ വ്യക്തിപരമായി ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അമൃത സുരേഷ് ഒരു പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അതുമായി ബന്ധപ്പെട്ട് ആ വാർത്തയിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് വന്ന ഒരാളാണ്. ആ സമയത്താണ് എനിക്ക് അമൃത സുരേഷിനെ വ്യക്തിപരമായി മനസ്സിലാക്കാനും അറിയാനും സാധിച്ചത്. അവർ പറഞ്ഞ പല കാര്യങ്ങളും എനിക്കിവിടെ പറയാൻ കഴിയില്ല, കാരണം അവർ എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു, എങ്ങനെ ആ പെൺകുട്ടി ഇതൊക്കെ സഹിച്ചു എന്നുള്ളതാണ്. ഒരു 17 വയസ്സുകാരി വിവാഹത്തിന് മുൻപേ ഭർത്താവാകാൻ പോകുന്ന ആളിൽ നിന്ന് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, അത് കഴിഞ്ഞിട്ട് അവർ പണത്തിന് വേണ്ടിയാണ്, ഒരുപാട് പണമുള്ള കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരാളെ കണ്ടുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പോയത്. അവരുടെ ആദ്യ ഭർത്താവിന് മറ്റു പെണ്ണുങ്ങളെ കിട്ടില്ലേ, ഈ ഒരു വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് എന്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
പക്ഷേ ആ ഒരു സമയത്ത് തോന്നിയൊരു ഇഷ്ടം, നമുക്ക് ആ സമയത്ത് ഒരു ആരാധന, ഒരു ഇഷ്ടം, സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളോട് തോന്നുന്ന ഒരു ആരാധന, ബഹുമാനം, ഇഷ്ടം. പിന്നെ ആരും ജീവിതം നശിക്കുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ വിവാഹ ജീവിതത്തിലേക്ക്, ഡിവോഴ്സ് നടക്കുമെന്ന് പറഞ്ഞിട്ടല്ല ആരും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിയുമ്പോൾ പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോൾ രണ്ട് വഴിയിലേക്ക് പിരിയും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മാതൃകയായി നമുക്ക് കാണിച്ചു തന്ന ഒരാളാണ് മഞ്ജു വാര്യർ. അവർ മാന്യമായി പിരിഞ്ഞു. പിന്നീട് അവർ ഒരു അക്ഷരം പോലും തൻ്റെ ആദ്യ ഭർത്താവായ ദിലീപൻ, അവർ പിന്നീട് വിവാഹം കഴിച്ചിട്ടില്ല, മുൻ ഭർത്താവായ ദിലീപിനെതിരെ ഒരു വാക്ക് പോലും എന്തിനാണ് പിരിഞ്ഞതെന്നോ എന്താണ് തങ്ങൾക്കിടയിലുള്ള പ്രശ്നമെന്നോ പറയാൻ അവർ ഇതുവരെ അദ്ദേഹത്തെ കരിവാരിത്തേക്കാനോ സമൂഹത്തിൽ അദ്ദേഹത്തിനെതിരെ വിവാഹമോചനത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നം പറയാനോ ഒന്നും മഞ്ജു വാര്യർ രംഗത്ത് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പലരും മഞ്ജു വാര്യരെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പിരിഞ്ഞാൽ പോയി കഴിഞ്ഞു, പിന്നെ നല്ല സുഹൃത്തുക്കളാവുക. അതിലപ്പുറം വിവാഹം കഴിഞ്ഞ സമയത്ത് അവൻ എന്നെ മാനസികമായി ഉപദ്രവിച്ചിരുന്നു, ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞ് വിഴുപ്പലക്കുന്നതിനേക്കാൾ നല്ലത് മാന്യമായി പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. അവർ അവരുടെ വഴിക്ക് സന്തോഷത്തോടെ ജീവിക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ കുറേ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് പണം നൽകിക്കൊണ്ട് മുൻ ഭാര്യയായിരുന്നവൾ ഒരു തരത്തിലും സന്തോഷിക്കാൻ പാടില്ല, അവൾക്ക് സന്തോഷങ്ങൾ പാടില്ല, അവൾ ജീവിതത്തിൽ എപ്പോഴും കണ്ണീരൊഴുക്കി എന്നെ ആലോചിച്ച് കണ്ണീരൊഴുക്കി ഇരിക്കണം, എനിക്കെത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷേ അവൾ സന്തോഷിക്കാനോ ചിരിക്കാനോ മറ്റാരോടൊപ്പം ജീവിക്കാനോ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ചില ആണുങ്ങളുണ്ട്. അവരെ ഒരിക്കലും അംഗീകരിക്കാൻ സമൂഹത്തിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയല്ലേ? തീർച്ചയായും. അതായത് ഒരാൾ അനുഭവിക്കുന്ന വേദനകൾ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകളെന്ന് വിധിക്കാൻ നമുക്കും അവകാശമില്ല. അവർ പറയുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. അതിൽ തന്നെ രണ്ടാളുടെയും ഭാഗം കേട്ട് ഇതിൽ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നമുക്ക് വല്ല അത്ഭുതസിദ്ധിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. എങ്കിലും ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് നമ്മുടെ യുക്തി ഒക്കെ വെച്ചുകൊണ്ട് നമ്മളതിനെ അളക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗോപി സുന്ദറുമായി ബന്ധപ്പെട്ട് വളരെ വേദനയോടുകൂടിയാണ് അവർ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഗോപി സുന്ദറിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഫ്രീ ആയി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രണയബന്ധങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൈവസിയാണ്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. അദ്ദേഹത്തിന് എതിരെ ആരും അങ്ങനെ പരാതിയുമായിട്ടൊന്നും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഒരു ട്രോള് ഞാൻ കണ്ടത്, നിരവധി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ രംഗത്ത് വന്നിട്ടും ഇത്രയധികം ആളുകളായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച ഗോപി സുന്ദറിനെ പറ്റി നിങ്ങൾ പഠിക്കണം. ഒരു പെൺകുട്ടി പോലും അദ്ദേഹത്തിനെതിരെ എന്ത് പറഞ്ഞിട്ടില്ല, ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. കാരണം അവരൊഴിവായി പോകുന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ ഒഴിവായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗോപി സുന്ദറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നതിനോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. പക്ഷേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് അവളെ മാത്രമേ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. ഇനി അതല്ല എങ്കിൽ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ അവർ പറയുന്നുണ്ട് രണ്ട് തരത്തിലും, അതായത് എന്നെ ഉപദ്രവിച്ചിട്ടില്ല, ഞാനുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, ആശയപരമായി ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല എന്ന് അവർ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ജീവിതങ്ങളിൽ നിന്ന് ഏറ്റ തിരിച്ചടികൾ, ഇതിൽ നമുക്ക് വിധിക്കാനൊന്നും അവകാശമില്ല, അവരുടെ സ്വകാര്യ കാര്യമായതുകൊണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ ജഡ്ജ് ആയിട്ട് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ആയിട്ട് പറയുമൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഗോപി സുന്ദറിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ പറ്റി അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്, അവർ ആ ഒരു ജീവിതത്തെ പറ്റി വല്ലാതെ പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം അഭിരാമി പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ കണ്ടിട്ട് കല്യാണം കഴിക്കാൻ തന്നെ പേടിയാവുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണെന്നേ. കാര്യം പല ആൾക്കാരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ.